ഈ മാങ്ങ മൂക്കാറായി തോന്നുന്നു അല്ലേ? കുറച്ച് മാങ്ങ എടുത്ത് അച്ചാറിട്ടിട്ടേ കുറച്ച് പാലായിലോട്ടും കൊടുക്കണം ഇപ്രാവശ്യം. പിന്നെ എനിക്ക് വീട്ടിൽ കൊടുക്കണം കുറച്ച്. വീട്ടിലാരും തന്നെ അച്ഛൻ അച്ചാറിട്ട് കൊടുക്കാൻ. പിന്നെ നിന്റെ അച്ഛൻ അച്ചാറില്ലാതെ വിഷമിച്ചിരിക്കല്ലേ, ഞാൻ കൊടുത്തോളാം, ഞാൻ ഇടുമ്പോ കൊടുക്കാം. അപ്പൊ കുറച്ച് പറിച്ചിട്ട് കൂടുതലിട്ട് അച്ചാറിട്ട് വെക്ക്. എന്നിട്ട് ഇവിടെയും വെക്കാൻ കുറച്ച്, എനിക്ക് വീട്ടിൽ അച്ഛനും കൊടുക്കാം. ഒരു പ്രയോജനം ഇല്ലാത്ത ഞാൻ അപ്പോഴും പറയാറുണ്ട്, പകലാ മാവിന്റെ കൊമ്പൊക്കെ കൊത്തിക്കളെ, രാത്രി വരുമ്പോ അത് കണ്ണുകൊള്ളില്ലേ? എല്ലാവരുടെയും കണ്ണുകൊള്ളൂല, കണ്ണ് പൊട്ടിയിരിക്കുന്ന ആൾക്കാരുടെ കണ്ണി കൊള്ളുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ അപ്പ കുരുത്തക്കേട് പറഞ്ഞടി. പിന്നെ കമ്പ് നീണ്ടിരിക്കണ അമ്മാവിന് കണ്ടുകൂടെ അമ്മാവാ? കണ്ണടയുടെ ഉള്ളിൽ കൂടി കൊണ്ടോ? എന്റെ പൊന്നോ, പകല് മാത്രം ഇരുന്നിട്ട് ഇങ്ങനെ കുശുകുശ പറയും, ഈ രാത്രി 9 മണിയായിട്ട് ഇങ്ങനെ വർത്താനം പറയില്ല കഴിഞ്ഞില്ല. എന്തെന്ന് ചെയ്യാനാ, വേറെ പണിയൊന്നും ഇല്ലല്ലോ എനിക്ക്. എന്തായാലും പോയി കിടക്കാത്ത കനകം വന്നില്ലേ? ഏട്ടൻ വരാൻ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അവൻ വന്നാ വിളിക്കില്ല, കുട്ടിയോടെ ഒറ്റയ്ക്കല്ലേ? അമ്മയുണ്ടല്ലോ, പിന്നെന്താ? ഓ തക്കളിയാ തക്കളിയോടെ കിടപ്പുണ്ട്. എന്നാ പിന്നെ വിളിച്ചോണ്ടേ കടന്നൂടെ? ഇതെന്തായിരിക്കും? ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന അമ്മാവൻ എന്താന്നേ? ഈ 9:30 മണിക്കടി 2 പെണ്ണുങ്ങൾ ഈ പുറത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് സംസാരിക്കും. ഞങ്ങളുടെ വീടിന്റെ വാതിക്കലല്ലേ അങ്ങോട്ട് പോയി ഗേറ്റിന്റെ അവിടെ പോയിരുന്നു പറഞ്ഞു. പോയി കടന്നോന്ന്. എനിക്ക് ക്ലീറ്റ വരണ്ടേ? ക്ലീറ്റ ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കാണോ? ക്ലീറ്റസ് വന്നിട്ട് കിടക്കാനോ? എടി ഇലക്ഷൻ കഴിയുന്നവരാവും വന്നിട്ടൊന്നും കിടക്കാന്ന് വിചാരിക്കണ്ട. എപ്പോഴാ വരാ പോവാന്ന് അറിയോ? പ്രത്യേകിച്ച് അവ ഇന്ന് വരില്ല. അതെന്താ അവിടെ മതിലിന്റെ അവിടെ അമ്പിളിക്കുട്ടന്റെ പാർട്ടിക്കാരായിട്ട് ഇന്ന് പകല് തല്ലുണ്ടായി എന്ന് പറയുന്നു കേട്ടോ അവിടെ. ഇവന്റെ പോസ്റ്റ് ഒട്ടിച്ചു കൊടുത്ത അമ്പിളിക്കുട്ടൻ വന്ന് പോസ്റ്റ് ഒട്ടിച്ചുന്നോ, അത് വലിച്ചു കയറലും അമ്പിളിക്കുട്ടന്റെ ആൾക്കാർ വരലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഇനിയിപ്പോ രാത്രി ചോദിക്കാൻ നടക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതപ്പോ എന്താ ആൾക്കാർക്ക് പറയാൻ അറിയാത്ത ഇലക്ഷനിലേ നടക്കണേ? ഉന്തും പിള്ളും കണ്ടു പറഞ്ഞൂടെ? നോണ പറഞ്ഞതായിരിക്കും. നോണയാ? എന്താ കടക്കാരൻ വരെ എന്നോട് പറഞ്ഞു ആകെ തള്ളും പിടി അടിയായിരുന്നു, വെല്ലു വിളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ കഴിയണ സമാധാനം ഉണ്ടാവത്തില്ല. രാത്രി ഒന്ന് വിളിച്ചേ വരാൻ പറയും ഇങ്ങോട്ട്. 2 എണ്ണം കിട്ടട്ടെ. ചുമ്മാ ഇങ്ങനെ പരതി നടക്ക ക്ലീറ്റ്. അമ്മാവനൊന്നും വിളിച്ചിട്ടുണ്ടോ? അമ്മാവാ എന്ത് വിളിച്ചിട്ട് എന്താ കാര്യം? ബോധം വേണ്ടേ? എവിടെയോ കിടക്കണ ഏതോ നേതാവിന് വേണ്ടിട്ട് വോട്ട് പിടിക്കാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവന്റെ പാർട്ടിക്കാരനൊന്നും മത്സരിക്കുന്നു. ഫോൺ ചെയ്തേ. നീ രാവിലെ തന്നെ എത്തണം, താമസിക്കരുത്. അധ്വാനമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തെങ്കിലും കൊടുക്ക് വേറെ നിറച്ച്. കയ്യിലും പറ്റിയിട്ടില്ല. എടാ അതൊക്കെ നമുക്ക് ശരിയാക്കാം. അങ്ങനെ അങ്ങ് വിടാനൊന്നും തീരുമാനിക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ ആ ശരി ശരി ശരി, രാവിലെ കാണാം. ഓക്കെ ഓക്കേടാ ഓക്കെ ഓക്കെ. പുതിയ തല്ലിനുള്ള പരിപാടിയോ രാവിലെ? എന്തൊക്കെയാടാ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? എന്തിനാ വെറുതെ? അല്ലെങ്കിൽ അവനായിട്ട് കണ്ണും ചേരെ കണ്ടുകൂടെ? നീ ഇലക്ഷന്റെ പേരും പറഞ്ഞ് തല്ലുകൊണ്ട് ചാവാനുള്ള പരിപാടിയാ? മിക്കവാറും അവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാവും. വെറുതെ വഴക്കിന് പോണത്. ക്ലീറ്റോച്ചേട്ടന്റെ പാർട്ടി ഒന്നും മത്സരിക്കണില്ല, പിന്നെ വല്ലവർക്കും വേണ്ടിട്ട് ഈ തല്ലി പിടിക്കണ എന്തിനാ? അതെ, ഞങ്ങളുടെ പാർട്ടി ഇവിടെ കേരളത്തിൽ മത്സരിക്കണേ. പാർട്ടി മത്സരിക്കുന്നത് ഒറീസ, ആന്ധ്ര അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇവിടെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾ നോക്കി ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞങ്ങൾ DDT-കാർ ഒന്നോടൊന്ന് ഉഷാറാവും. 2 എണ്ണം കിട്ടട്ടെ. പിന്നെ അങ്ങ് തരാൻ വരുമ്പോ ഞങ്ങളുടെ കൈ സിനിമയ്ക്ക് പോകുമല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഏത് പാർട്ടിക്കാ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ INSP. പിന്നെ നിങ്ങൾക്ക് അതൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഒരു RDP അതല്ലേ അറിയുള്ളൂ. എടാ കളിയാക്കാൻ ചോദിച്ചല്ല, എന്റെ മരുവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് ചോദിക്കണതിൽ വല്ല തെറ്റുണ്ടോ? എന്റെ പൊന്നമ്മാവാ, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യവും ഇല്ല. നിങ്ങൾ ആരും ചെയ്യൂല എന്ന് എനിക്കറിയാം. ചിഹ്നം നല്ല ചിഹ്ന. എന്താ അങ്ങനത്തെ പേര് അമ്മാവനും ചിലപ്പോ നാണുണ്ടാവും. എനിക്കോ? ഓന്ത് ഓന്ത്. അതെ, അവരുടെ പാർട്ടിയുടെ ചിഹ്നം ഒന്നാ. ഓടിയായിരുന്നു. പിന്നെ കഥ പറച്ചില് മതി, വിശക്കണുണ്ട്. രാവിലെ ഇറങ്ങി പോയതാ. അല്ല ഉണ്ട ഇടി ഇട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ വേണ്ടി വിളിക്കണല്ലേ? പിന്നെ ഇടിക്കാൻ വരട്ടടി. ശരിക്കും അവള് പറഞ്ഞത് ശരിയാണ്. എന്നെ ആക്കിയതൊന്നുമല്ലല്ലോ. ഒരു ചിഹ്നം എന്താന്ന് പറഞ്ഞു? ഓന്ത്. ഒന്നെ? സത്യമായിട്ടും ഓന്ത് തന്നെ. വോട്ട് മറക്കണ്ടാട്ടാ, വോട്ട്. കീറി കേട്ടോ, പിന്നെയും കീറി. അവൻ പന്നല്ലടാ, അവൻ പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ല. അവനെ അങ്ങനെ വിടാ, കമ്പനിയിലോട്ടാ. ഇത് ഒട്ടിച്ചിട്ട് അവന്മാരുടെ പോസ്റ്റർ എവിടെയുണ്ടോ എല്ലാം വലിച്ചു കയറി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണം. തേക്കണം, തേച്ചിലൊട്ടിക്കണം. നമ്മളെടുത്താ കളിക്കണം. നല്ലോണം തേക്ക്, ഒട്ടിക്ക്, ഒട്ടിക്ക് ഒട്ടിക്ക് ഒട്ടിക്ക്, തേക്ക്. അങ്ങോട്ട് തേക്ക് ബാബുക്കുട്ട, നല്ല പോലെ. കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. യുവന്മാര് ഈ ഇലക്ഷന് എന്ത് വില എടുത്ത് യുവന്മാരെ ഇവിടുന്ന് തോപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. ഒട്ടിക്ക് ഒട്ടിക്ക്. ഇവിടെ ആ സൈഡ് നടരാജ
നോക്കിയിരിക്കാതെ അത് വാങ്ങിച്ച് എവിടെ ഒട്ടിക്കങ്ങോട്ട്. പിന്നെ ബാബുക്കുട്ടാ, പാർട്ടി ഓഫീസിൽ പോയിട്ട് ബാക്കിയിരിക്കുന്ന പോസ്റ്റും കൂടെ എടുക്കണം നമുക്ക്. എന്നിട്ട് ഇവിടെ മുഴുവനും ഒട്ടിക്കണം കേട്ടോ. ഒട്ടിക്ക്. അങ്ങനെ അങ്ങ് കീറാൻ അത്രയ്ക്കായാൽ നമുക്കറിയണമല്ലോ. അങ്ങനെ അവനെ വിട്ടാൽ പറ്റൂലല്ലോ. നില്ലേ മാറി മാറി. ഇന്നലെ രാത്രി ഞാൻ ഇത് മുഴുവൻ വലിച്ചേറി കളഞ്ഞതാ. പിന്നെ വീണ്ടും എന്താ ഇവിടെ കൊണ്ടുപിടിച്ചത്? അല്ല സാറാണ് വലിച്ചു കയറിയത്. പിന്നല്ലാതെ എന്തിനു സാറേ? എന്റെ വീട്ടിലെ മതിൽ ഞാൻ വലിച്ചിടാൻ പിന്നെ വേറെ ആരാണ് വലിച്ചിടുന്നത്? അല്ല ഞങ്ങൾ ഇന്നാളെ ഒന്ന് പറഞ്ഞു, 2 മാസം മുമ്പ് പറഞ്ഞല്ലോ മോൻ്റെ അടുത്ത്. സാറിന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്റെ മോനൊന്നുമില്ല, വാടകക്കാരാണ്. ഞാൻ ഇപ്പൊ മാറിപ്പോ ഞാൻ ഓണർ, ഹൗസ് ഓണറാ ഞാൻ. ഹൗസ് ഓണർ. വലിച്ചേരി കളയി പെട്ടെന്ന് അങ്ങോട്ട്. അല്ല ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇലക്ഷൻ കഴിഞ്ഞ വലിച്ചു കീറ അങ്ങോട്ട്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അന്തം പിടിക്കും. വലിച്ചു കീറ. അതെ ഞങ്ങളെ പാർട്ടിക്ക് കുറച്ച് പാർട്ടിക്ക് എന്തായാലും ഒരു പ്രശ്നമൊന്നുമില്ല. വലിച്ചു കീറി എന്റെ മതിലാണ് വലിച്ചു. ഞാൻ നേരത്തെ പെർമിഷൻ ചോദിക്കണമായിരുന്നു. പെർമിഷൻ നമ്മൾ ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് അത് വാടകക്കാരാണെന്ന് അറിയില്ലായിരുന്നു. ഞാനാണ് ഇവിടുത്തെ ഹൗസ് ഓണർ. ഹൗസ് ഓണർ പറയുന്ന പോലെ കേട്ടാ മതി. വലിച്ചു കയറ. നീ നോക്കിക്കൊണ്ടിരിക്കുക. വലിച്ചു കീറ പറഞ്ഞില്ലേ? ഹൗസ് ഓണർക്ക് ഒരു വിലയില്ല. മതി, അത്രയൊക്കെ മതി. കീറി മാറ്റിയാൽ മതി. മാറ്റി അത്രയും മാറ്റി. അല്ല സാറേ, ഒരെണ്ണം ഒട്ടിച്ചോട്ടെ. ഒരെണ്ണം ഒട്ടിക്കട്ടെ. മൊത്തം കഴുകി തേച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന്. ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കാണാനോ? 5 വർഷം കഴിഞ്ഞ് കാണാനോ? മര്യാദ ക്ലീൻ ചെയ്തിട്ട് പോകണം. അല്ല സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒരു വകയും പറയണ്ട. അല്ല സാറേ, പറയണമെന്ന് കേൾക്കുക. ഒന്നും പറയണ്ട, അതിന്റെ ആവശ്യമില്ല. സാറേ, ബക്കറ്റും വെള്ളവും തൊണ്ടും തന്നാൽ ഞങ്ങൾ ഇപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ട് പോവാം. തരുമോ സാറേ? ബാബുക്കുട്ടാ, നടരാജ. നല്ല ശക്തിയായിട്ട് തേച്ചൊരച്ച് കഴുകും. അവിടെ പോസ്റ്റ് ചെയ്യില്ല. ഇവിടെ പശയൊക്കെ പോകണം. തൊണ്ടെങ്കിടെ പിള്ളേർ ചെയ്തിട്ടേ ശരിയാവില്ല. നേതാവ് തന്നെ അങ്ങ് നേരിട്ട് തേച്ചൊരച്ച് കഴുകും. പിടിക്കേ ബലമായിട്ട് കഴുകു. നടക്കണം. ഒട്ടിച്ച് സ്പീഡ് പോലെ കഴുകണമെന്ന് സ്പീഡ് വേണം.